പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിൽ അനർഘങ്ങളായ പല കൃതികളും മലയാളത്തിന് സംഭാവന ചെയ്ത മഹാകവി കുമാരനാശാനെ പരിചയപ്പെടാം. ചിന്താബന്ധുരവും ലക്ഷ്യാധിഷ്ഠിതവുമായ കാവ്യങ്ങൾ കൊണ്ട് മലയാള സാഹിത്യത്തെ പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ച അദൃശ്യ പ്രഭാവനായ കവിയായിരുന്നല്ലോ കുമാരനാശാൻ. ആധുനിക മലയാള കവിതയുടെ ആത്മസത്തയുടെ നിദർശനമായി കരുതുന്നു ആശാൻ കവിതകളെ. തെളിഞ്ഞു വരുന്ന ചിന്തകളുടെയും ഊറി വരുന്ന കാവ്യ അനുഭൂതിയുടെയും നീരുറവകളത്രേ കുമാരനാശാന്റെ കവിതകൾ. സാമൂഹികവും സാംസ്കാരികവുമായ അടിമത്തം നിലവിലിടുന്ന ഒരു കാലഘട്ടത്തിൽ തനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ജീവിതബോധം സ്വന്തം കവിതകളിലൂടെ ചലനാത്മകമായി ആവിഷ്കരിക്കാൻ ആശാന് കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ കായിക്കര എന്ന സ്ഥലത്താണ് ആശാൻ ജനിച്ചത്. 1873 ഏപ്രിൽ 12 ഒരു സാധു കുടുംബത്തിൽ. കുമാരു എന്നാണ് ആശാനെ വിളിച്ചിരുന്നത്. വിദ്യാഭ്യാസത്തിന് ശേഷം കുറച്ചു കാലം അദ്ദേഹം അധ്യാപകനും ആയിരുന്നു. ആശാന്റെ ജീവിത കാലഘട്ടത്തിൽ ജാതീയതയുടെ തിക്തഫലങ്ങൾ ഏറെ അനുഭവിക്കുന്നതിനുള്ള സാഹചര്യമായിരുന്നു. ആശാൻ അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതത്തോട് ആഭിമുഖ്യം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രേരണയായിരുന്നു ഇതിന് കാരണം. 1891 ആശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യത്വവും സ്വീകരിച്ചു. ഗുരുദേവനിൽ നിന്ന് സ്വീകരിച്ച സന്യാസ ജീവിതം, SNDPയുടെ സെക്രട്ടറി എന്ന നിലയിലേക്കുള്ള സാമൂഹിക സേവനം, നിയമസഭാ സാമാജികത്വം, ബോധപൂർവമായ സാഹിത്യ പ്രവർത്തനം, ഇതെല്ലാം വൈവിധ്യം നിറഞ്ഞ ജീവിത മണ്ഡലങ്ങളിലൂടെ കടന്നുപോകാൻ കുമാരനാശാന് കാരണമായി തീർന്നു. ഇതിനിടയിൽ ഉപരിപഠനത്തിനു വേണ്ടി അദ്ദേഹം കൽക്കത്തയിലും ബാംഗ്ലൂരിലും മദ്രാസിലും എല്ലാം താമസിച്ചു. അവർണനായതിനാൽ ബാംഗ്ലൂരിൽ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നും പറയുന്നു. ഭാരതത്തിന്റെ പുരാതന സംസ്കാരത്തിന്റെയും ആധുനിക പാശ്ചാത്യ സംസ്കാരത്തിന്റെയും അന്തർഭാവങ്ങൾ കണ്ടെത്താൻ മറുനാടൻ ജീവിതം ആശാനെ സഹായിച്ചു. ആർഷ സംസ്കാരത്തിന്റെ പ്രതീകമായ ടാഗോർ, ഹിന്ദുമതത്തിന്റെ നവോത്ഥാനത്തിന് ആത്മീയ നേതൃത്വം നൽകിയ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ആധ്യാത്മിക വിപ്ലവകാരി സ്വാമി വിവേകാനന്ദൻ, ബ്രഹ്മസമാജ പ്രവർത്തകൻ രാജാറാം മോഹൻ റായ് തുടങ്ങിയ മഹത് വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് കുറേയേറെ വെളിച്ചം കുമാരനാശാൻ ഉൾക്കൊണ്ടു. ഇങ്ങനെ ലഭിച്ച അറിവും ജീവിതബോധവുമാണ് ആശാന്റെ കാവ്യജീവിതത്തിന്റെ മൂലധനം. ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് ഭൗതിക ജീവിതത്തിലേക്ക് കടന്നു വന്ന അസാധാരണത്വം കുമാരനാശാന്റെ വ്യക്തി ജീവിതത്തിലും കാണാൻ കഴിയും. കാൽപ്പനിക പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടതാണ് ആശാന്റെ മിക്ക കൃതികളും. വീണപൂവ്, നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, ചണ്ടാലഭിഷുകി, പ്രരോദനം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, ദുരവസ്ഥ, ശ്രീബുദ്ധചരിതം, കരുണ, മണിമാല, വനമാല, പുഷ്പവാടി, നവമാലിക, വിചിത്ര വിജയൻ നാടകം തുടങ്ങിയവയാണ് ആശാന്റെ മുഖ്യകൃതികൾ. ആശാന്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് മലയാളത്തിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് നാന്ദി കുറിച്ച വീണപൂവ് എന്ന ഖണ്ഡകാവ്യമാണ്. പൂവിന്റെ ജീവിതത്തിൽ കൂടി മനുഷ്യന്റെ കഥയാണ് കുമാരനാശാൻ ഈ കവിതയിൽ പറയുന്നത്. ഒരു പ്രതീകാത്മക വിലാപ കവിതയായും വീണപൂവിനെ നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയും. കവിത തുടങ്ങുന്നത് തന്നെ വീണ് കിടക്കുന്ന പൂവിനെ നോക്കി കവി പാടി തുടങ്ങുന്നതിലൂടെയാണ്. ഹാ പുഷ്പമേ, അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ, ശ്രീ ഭൂവിൽ അസ്ഥിരം അസംശയം ഇന്നു നിന്റെ, ആ ഭൂതിയങ്ങ് പുനരങ്ങു കിടപ്പിതോർത്താൽ എന്ന വരികളിലൂടെ നമ്മൾ കാവ്യത്തിലേക്ക് കടക്കുമ്പോൾ ഹാ എന്ന ഒരു ആശ്ചര്യചിഹ്നത്തിൽ തന്നെ കവിതയുടെ സ്ഥായി ഭാവത്തെ ആവിഷ്കരിക്കാൻ കുമാരനാശാന് കഴിഞ്ഞു. ഇന്നലെ വരെ ചെടിയിലെ ഉയർന്ന സ്ഥാനത്ത് റാണിയെപ്പോലെ ശോഭിച്ചിരുന്ന പൂവിന്ന് കിടക്കുന്നത് കണ്ടാൽ ശ്രീ ഐശ്വര്യം ഈ ഭൂമിയിൽ അസ്ഥിരമാണ്, ഈ കാര്യത്തിൽ അസംശയം, ഇന്ന് നിന്റെ ആ ഭൂതിയങ്ങ്, നിന്റെ ആ ഐശ്വര്യമൊക്കെ എവിടെ പോയി? ഒരുപക്ഷെ വീണ് കിടക്കുന്ന പൂവിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ ക്ഷണികതയെ, നിസ്സാരതയെ, നശ്വരതയെ ഒക്കെ ആവിഷ്കരിക്കാൻ കുമാരനാശാന് കഴിഞ്ഞു. പിന്നീട് കവിത മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഘട്ടത്തിലും പൂവിന്റെ വളർച്ചയിലൂടെ ഒരു കുഞ്ഞിന്റെ വളർച്ച പോലെ, ഒരു മനുഷ്യ ജീവിതത്തിന്റെ വളർച്ച പോലെയാണ് ആശാൻ ഈ കവിത ഇതൾ വിടർത്തിക്കൊണ്ടുവരുന്നത്. പൂവിന്റെ ശൈശവവും ബാല്യവും
കൗമാരവും യൗവനവും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് ആശാൻ ഈ കവിതയിൽ വർണ്ണിക്കുന്നത്. താരാട്ടാലാപമാർന്ന ദലമർമ്മരങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് കിളികളിൽ നിന്ന് പാട്ടുപാടാൻ പഠിച്ചതും ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ നിന്ന് പ്രപഞ്ച തത്വങ്ങൾ പഠിച്ചതും ഒക്കെ പൂവിൻ്റെ വിദ്യാഭ്യാസമായിട്ടും ഒക്കെ പറയുമ്പോൾ എത്ര മനോഹരമായ ചിത്രമാണ് ഈ കവിതയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഈ പൂവ് വിടർന്ന് സുന്ദരിയായ പുഷ്പമായി മാറിയപ്പോൾ കവി പറയുന്ന ചില വരികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ, ഏറ്റ വൈരിക്ക് മുമ്പ് ഉഴറിയോടിയ ഭീരുവാട്ടെ, ആരാകിലെന്ത് നേരെ വിടർന്നു വിലസിടുന്ന നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന് കവി പറയുമ്പോൾ, ജീവിത വിരക്തി വന്ന ഒരു വൈദികനും പ്രാണഭയാർത്ഥം പേടിച്ചോടുന്ന ഒരു ഭീരുവിന് പോലും ഒരു നിമിഷത്തേക്ക് നിന്റെ സൗന്ദര്യം നോക്കി നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ കണ്ണുള്ളവരെ ആ സൗന്ദര്യം ആസ്വദിപ്പിക്കുന്നുമെന്നൊക്കെ പറയുന്നിടത്തും ആശാന്റെ ഭൗതിക ചിന്തയുടെ ഒരു വ്യത്യസ്തമായൊരു വശവും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീട് ഈ പൂവ് വിടർന്ന് യൗവനാവസ്ഥയിലൂടെ വിടർന്ന് സുന്ദരിയായി നിൽക്കുമ്പോൾ ഇവളിലേക്ക്, ആ പൂങ്കാവനത്തിലേക്ക് അവളെ തേടി വരുന്ന കാമുകന്മാരുടെ ആഗമനം വർണ്ണിക്കുന്ന ഭാഗമെടുക്കുമ്പോൾ അനുരാഗത്തിന്റെ മൂളിപ്പാട്ടും പാടി വരുന്ന കാർവണ്ടിനെയും അതുപോലെ മനോഹര രൂപിയായ ചിത്രശലഭത്തെയും ഒക്കെ കവി കാമുകന്മാരുടെ പരിവേഷത്തിൽ ഇവിടെ വിവരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ബാഹ്യരൂപമല്ല എന്ന വലിയൊരു പ്രബോധനാത്മകമായ ഒരു ചിത്രം ആശാൻ ഈ കവിതയിൽ മറ്റൊരിടത്ത് തരുന്നുണ്ട്. പൂവ് പിന്നീട് ഇതൾ കൊഴിഞ്ഞ് വാടി വിളറി നിശ്ചേതനമായ ദേഹം പ്രപഞ്ചത്തിൽ അവശേഷിച്ചപ്പോൾ അവിടെ ആ ചിത്രശലഭത്തിന് പകരം ആ വണ്ടത്താനെ വീണ്ടും കൂട്ടിക്കൊണ്ടു വന്നപ്പോഴൊക്കെ സ്നേഹത്തിൻ്റെ ആ ഒരു ഉദാത്തമായ തലം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ പൂവിന് യോജിച്ച തരത്തിലുള്ള ഒരു അന്ത്യ ശുശ്രൂഷ കൊടുക്കുന്നിടത്ത് എട്ടുകാലികളുടെ ആ വലയെ പട്ടുവസ്ത്രമായും പ്രഭാതത്തിലെ മഞ്ഞിൻ തുള്ളിയെ ഉദകജലമായിട്ടുമൊക്കെ ആശാൻ തീർക്കുന്നിടത്ത് ഒരു മനുഷ്യന് വേണ്ട അന്ത്യ ശുശ്രൂഷകൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. കവിതയുടെ ഒടുവിൽ അവനി വാഴ്വ് കിനാവു കഷ്ടമെന്ന ആ ഒരു വരിയിലൂടെ തന്നെ ഈ ഭൂമിയിലെ വാസം കിനാവിന് തുല്യമാണ്, സ്വപ്നത്തിന് തുല്യമാണ് എന്ന് ആശാൻ പറയുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ വീണപൂവ് എന്ന കൃതി ആശാന്റെ തത്വചിന്തയുടെ പാരമ്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു കൃതിയാണ്. ഇതിനെ കാൽപ്പനിക ഭാവത്തിലാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. പൂവിലൂടെ മനുഷ്യ ജീവിതത്തെ ആരോപിച്ചപ്പോൾ ഭാവനയുടെ ഒരു ഉദാത്തമായ ഭാവം നമുക്ക് കണ്ടു. മനുഷ്യജീവിതത്തിന്റെ നിസ്സാരതയും ക്ഷണികതയും എല്ലാം മനോഹരമായ ഈ കാവ്യത്തിലൂടെ കവിക്ക് ആവിഷ്കരിക്കാനായിട്ട് കഴിഞ്ഞു. ആശാന്റെ മറ്റൊരു കൃതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഒരു സ്നേഹം എന്നറിയപ്പെടുന്ന നളിനിയെ വായിക്കുമ്പോൾ മലയാള കവിതയിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച മഹത്തായ ഖണ്ഡകാവ്യമാണ് കുമാരനാശാന്റെ നളിനി. ആശാന്റെ റൊമാൻറ്റിക് കഥാകാവ്യമാണിത്. ഉദാത്തമായ ഒരു പ്രേമസങ്കല്പത്തിന് രൂപം കൊടുക്കുകയാണ് ഈ കാവ്യത്തിൽ ആശാൻ. ഒരു സ്നേഹം എന്ന പേരിട്ടിരിക്കുന്ന ഈ കാവ്യത്തിലൂടെ ആശാൻ ചെയ്തത്. ഈ കാവ്യം മലയാള കവിതയിലെ ഒരു പ്രസ്ഥാനമാണെന്ന് AR രാജരാജവർമ്മ അദ്ദേഹത്തിൻ്റെ അവതാരികയിൽ തന്നെ പറയുന്നു. മനുഷ്യജീവിതത്തിൽ സാർവത്രികമായി ലയിച്ചു കിടക്കുന്ന അഗാധമായ സ്നേഹത്തെ കലാപരമായി ആവിഷ്കരിക്കുകയായിരുന്നു കുമാരനാശാൻ ഈ കൃതിയിൽ. നളിനിയും ദിവാകരനും ബാല്യകാലത്തെ കൂട്ടുകാരും സഹപാഠികളുമായിരുന്നു. നളിനി ദിവാകരനെ ഏറെ സ്നേഹിച്ചിരുന്നു. യൗവനത്തോടെ ആ സ്നേഹം പ്രണയമായി പരിണമിച്ചിരിക്കാം. ദിവാകരനാകട്ടെ യൗവനാരംഭത്തിൽ ലൗകിക വിരക്തനായി നാടുവിട്ടു. ദിവാകരന്റെ ഈ വേർപാട് നളിനിയെ ദുഃഖത്തിലാഴ്ത്തി. കാലം മുന്നോട്ടു പോയപ്പോൾ നളിനിക്ക് അവളുടെ അച്ഛൻ വിവാഹം നിശ്ചയിച്ചു. ഇതറിഞ്ഞ നളിനി വീട് വിട്ടിറങ്ങുന്നു. ദുഃഖാകുലയായ അവൾ ഒരു സരസിൽ ചാടി ആത്മഹത്യക്കൊരുങ്ങുന്നു. യാദർച്ഛികമായി അവിടെ എത്തിയ ഒരു സന്യാസിനി അവളെ രക്ഷപ്പെടുത്തി ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. 5 വർഷം തപശ്ചര്യ അനുഷ്ഠിച്ചവൾ അവിടെ കഴിഞ്ഞു. കവിത ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. അങ്ങ് ഹിമാലയത്തിൽ ഉയർന്ന ശൃംഗത്തിൽ ഒരു വിഭാതവേളയിൽ
നളിനി ദിവാകരന്മാർ കണ്ടുമുട്ടുന്നു. ഈ കണ്ടുമുട്ടലിൽ സ്വയം പരിചയപ്പെടുത്തിയ നളിനി പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നെടുത്ത് പറയുന്നു. വളരെ കാലത്തിന് ശേഷം ദിവാകരനെ കണ്ടെത്തുന്ന നളിനി ഇപ്പോൾ കാണുന്നത് തൻ്റെ പഴയ സതീർത്ഥ്യനായ ദിവാകരനെ അല്ല, ഒരു സന്യാസിയുടെ ഉത്കൃഷ്ടവും പാവനവുമായ സംസ്കാരത്തിന് ചേരുന്ന വാക്കുകൾ കൊണ്ട് ഉപചാരം പറയുകയാണ് ദിവാകരൻ. നളിനിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങെൻ്റെ ഭാഗ്യം തന്നെ. പുരുഷാകൃതി പൂണ്ട് മുന്നിൽ വന്നു നിൽക്കുന്നത് പോലെയാണ്. ജീവനോടെ ഇരിക്കുമ്പോൾ ഒരിക്കൽ കൂടിയെങ്കിലും കാണാൻ കൊതിച്ചു. ദൈവം കരുണാനിധിയാണ്. അങ്ങയെ നേരിട്ട് കാണാൻ കഴിഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതം ധന്യമായി. അങ്ങനെ ഓർത്താലും ഓർത്തില്ലെങ്കിലും അത്രയേ നളിനിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ വികാര വിവശയായി, ഗദ്ഗദഖണ്ഡയായി. എന്നാൽ നളിനിയുടെ ഈ വികാര പാരവശ്യം ദിവാകരനിൽ ഇളക്കമൊന്നും ഉണ്ടാക്കിയില്ല. ധീരനായി തന്നെ നോക്കി നിൽക്കുകയാണ് അയാൾ. ദിവാകരനിലേക്ക് പഴയ ഓർമ്മകൾ കടന്നു വരുന്നു. അന്നത്തെ നളിനിയെ വീണ്ടും കാണാൻ ദിവാകരൻ ആഗ്രഹിക്കുന്നില്ല. തപോധനനായ ബ്രഹ്മചാരിയുടെ ജീവിതത്തിൽ ശൃംഗാരത്തിനിടമില്ല. എന്നാൽ തൻ്റെ മുന്നിലെത്തിയ ഈ ഭാഗ്യം അപ്രതീക്ഷിതമായി കൈവിട്ടു പോകുന്നതോർത്ത് നളിനി കേണു. തൻ്റെ ദുഃഖങ്ങൾ കേൾക്കാൻ മറ്റാരുമില്ലെന്നും അതിനാൽ ആര്യമാണെങ്കിലും അനാര്യമാണെങ്കിലും തനിക്ക് പറയാനുള്ളവ കേൾക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ദിവാകരനോടൊപ്പം ചെലവഴിച്ച കുട്ടിക്കാല അനുഭവങ്ങൾ വേദനയോടെ അവൾ ഓർമ്മിക്കുകയാണ്. വികാര പാരവശ്യത്താൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട നളിനി ദിവാകരന്റെ കാൽക്കൽ വീണു. അവൾക്ക് ബ്രഹ്മസായുജ്യം ലഭിക്കുന്നതിന് ദിവാകരൻ മഹാവാക്യം ഉപദേശിച്ചു. സന്തുഷ്ടയായി അവൾ എഴുന്നേറ്റ് ആ യോഗിയുടെ മാറിലേക്ക് വീണ് മരണമടയുന്നു. അപ്രതീക്ഷിതമായി ഈ സംഭവം ദിവാകരനെ ചിന്താകുലനാക്കി. നളിനിയുടെ സ്നേഹത്തിന്റെ തീവ്രത ദിവാകരനെ ആർദ്ര ഹൃദയനാക്കുന്നു. നളിനിയെ അന്വേഷിച്ച് യോഗിനി അവിടെ എത്തി. രണ്ടുപേരും കൂടി നളിനിയെ യഥാവിധി സംസ്കരിച്ചു. ശിഷ്ടകാലം ക്ഷേമോത്സുകനായി ദിവാകരൻ ജീവിതം നയിച്ചു എന്ന് പറയുന്നിടത്ത് ഈ കാവ്യം അവസാനിക്കുകയാണ്. തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ദിവാകരനോട് തുറന്നു പറയുന്നിടത്ത്, നാളുകൾക്ക് ശേഷം ദിവാകരനെ നളിനി കാണുന്നിടത്തെല്ലാം ആശാന്റെ രചനയുടെ മനോഹാരിത, ഒരു സ്നേഹം എന്ന് വിളിക്കുന്ന ഈ കൃതിയുടെ മനോഹാരിത നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വരികളിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടകാലം അഖിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവിയെന്നു വന്നപോൽ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. എൻ്റെ കഷ്ടകാലമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഭാഗ്യം രൂപമെടുത്ത് വന്നതുപോലെ അങ്ങയെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങയുടെ ഇഷ്ടയായിട്ടുള്ള നളിനിയാണ് എന്ന് ഈ താപസന്റെ മുന്നിൽ നളിനി തുറന്നു പറയുമ്പോൾ മനോഹരമായ ശബ്ദഭംഗിയിൽ ആശാന വരികൾ, ദൃഷ്ടം ദൃഷ്ടം എന്നീ പദങ്ങളൊക്കെ ഭാഗ്യവും കാണുക എന്ന അർത്ഥത്തിൽ ദ്വിതീയാക്ഷരപ്രാസത്തിന്റെ മനോഹാരിതയോടെയാണ് ഈ കാവ്യഭാഗം ആരംഭിക്കുന്നത് തന്നെ. പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്ഥിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. അങ്ങയെ കാണാൻ ഞാൻ കൊതിച്ചു കഴിഞ്ഞിരുന്നു. ഒരിക്കൽ ഈശ്വരൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കും എന്ന് പറയുന്നിടത്തൊക്കെ ആശാന്റെ ആ ചിന്താപരമായ ഒരു ധാര നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പിന്നീട് സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെ ഓർത്തിഹ തപസിൽ വാണ ഞാൻ ധന്യയായി സപതി കാൺക മൂലം അങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായികിലും. നളിനിയുടെ ആ ദിവാകരനോടുള്ള ഈ വാക്കുകളിൽ ആ സ്നേഹത്തിന്റെ ആഴം നമുക്ക് കാണാൻ കഴിയും. ഞാൻ സന്യാസം സ്വീകരിച്ചപ്പോഴും അങ്ങയോടുള്ള സ്നേഹനിമിത്തം അങ്ങയെ ഓർത്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞത്. അങ്ങെന്നെ ഓർക്കുന്നെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് അപ്രതീക്ഷിതമായി അങ്ങയെ കാണാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞത് നിമിത്തം ഞാൻ ഭാഗ്യവതിയാണ് എന്നാണ് നളിനി ദിവാകരനോട് പറയുന്നത്. ഏവമോതി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഏവമോതി ഇപ്രകാരം പറഞ്ഞ് ഒന്നും പറയാൻ കഴിയാതെ അവൾ കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ടു നിന്നു. സ്നേഹബദ്ധരായിരുന്നവർ
വേർപെട്ട് കുറേ കാലത്തിന് ശേഷം അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സുഖം തപ്തവും വികാര വൈവിശ്യവുമാർന്നതായിരിക്കും. അതുകൊണ്ടാണ് അപ്പോഴത്തെ സുഖോദയം വികലമായി തീരുന്നത്. കാരണം ഭാവശാലികൾ, ഏറെ സ്നേഹിക്കുന്നവർ വീണ്ടും കൂടുമ്പോഴുള്ള സുഖത്തിന്റെ പാരമ്യ അവസ്ഥയെ കുമാരനാശാൻ എത്ര മനോഹരമായിട്ടാണ് വർണ്ണിക്കുന്നത്. ധീരനായ യതി നോക്കി തന്യുതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയോടുഷസിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. നളിനിയിലെ ഏറ്റവും മനോഹരമായ ചമൽകൃത ഭംഗി കൊണ്ട് തീവ്രമായ മനോഹരമായ ആശാന്റെ വരികളായി നമുക്കിതിനെ വായിക്കാം. കരഞ്ഞു തൊടുത്ത നളിനിയുടെ മുഖം വർണ്ണിക്കുന്ന ഭാഗമാണിത്. കാമുകനായ ദിവാകരൻ തന്നെ തിരിച്ചറിയാത്തതിലും തന്റെ സ്നേഹാധിക്യം വിസ്മരിച്ചതിലും ഒക്കെയുള്ള ദുഃഖത്താലാണ് നളിനിയുടെ കണ്ണ് നിറഞ്ഞൊഴുകിയത്. ഉദയസൂര്യന്റെ കിരണങ്ങളേറ്റാണ് പനിനീർപ്പൂ വികസിക്കുന്നത്. ഇവിടെ ദിവാകര സാന്നിധ്യം, ദിവാകരൻ സൂര്യനാണല്ലോ, നളിനി താമരയാണെങ്കിൽ നൽകിയ സന്തോഷവും ഈ സാദൃശ്യകൽപ്പനയിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. കണ്ണുനീർ നിറഞ്ഞ് നല്ലവണ്ണം ചുമന്നു തൊടുത്ത നളിനിയുടെ മുഖത്തെ പ്രഭാതത്തിൽ മഞ്ഞുതുള്ളികൾ വീണ് കുതിർന്ന പനിനീർപ്പൂവിനോടാണ് ആശാൻ സാദൃശ്യപ്പെടുത്തുന്നത്. ദിവാകര സാന്നിധ്യം നളിനിക്ക് ആനന്ദമായി നൽകുന്നു. സൂര്യകിരണമേറ്റ് മഞ്ഞുതുള്ളികൾ നീരാവിയായി പോകുന്നത് പോലെ നളിനിയുടെ ദുഃഖം അകന്ന് അവൾക്ക് സന്തോഷം കൈവരുമെന്ന് ഈ സാദൃശ്യകൽപ്പനയിലൂടെ സൂചിപ്പിക്കുന്നു. മനോഹരമായ ഉപമാലങ്കാരത്തിന്റെ സൗന്ദര്യം നമുക്ക് ആ കുമാരനാശാന്റെ നളിനിയിലെ ഈ 4 വരികളിൽ, ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആശാന്റെ മറ്റൊരു പ്രണയകാവ്യമായ ലീലയിലേക്ക് പോകുമ്പോൾ, ലീലാമദനന്മാരുടെ അനുരാഗത്തിന്റെ കഥയാണല്ലോ ലീലയിൽ നമ്മൾ കാണുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നു. ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ അനുരാഗബദ്ധരായ അവർക്ക് ദമ്പതികളാകാൻ കഴിയുന്നില്ല. ലീലയെ അവളുടെ പിതാവ് മറ്റൊരുവിന് വിവാഹം ചെയ്തു കൊടുത്തു. മദനൻ ലീലയുടെ പേര് വിളിച്ച് ദുഃഖിതനായി വിജനപ്രദേശത്ത് അലഞ്ഞു തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് കാവ്യത്തിൽ കാണുന്നത്. ലീലയാകട്ടെ മനസ്സ് മദനനിൽ നിർത്തി ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ അവളുടെ ഭർത്താവ് മരിച്ചു കിടക്കുന്ന കാഴ്ചയും കവിതയിൽ കാണാൻ കഴിയുന്നു. ലീല മദനനെ തേടി പിന്നീട് പുറപ്പെടുന്നു. അവനെ കണ്ടെത്തുന്നു. ആ സമാഗമത്തിൽ അവർ നിർവൃതി പ്രാപിക്കുന്നു. ഇവിടെ ഈ ഭാഗത്ത് ആശാന്റെ ലീല വായിക്കുമ്പോൾ ശ്രദ്ധേയമായ ചില വരികളിലൂടെ നമുക്ക് കടന്നു പോകാം. ഭർത്താവിന്റെ മരണശേഷം വീട്ടിലെത്തിയ ലീല മദനനെ തേടി വിന്ധ്യപർവ്വതത്തിലേക്ക് തോഴിയായ മാധവിയെയും കൂട്ടി യാത്രയായപ്പോൾ ലീല പാടുന്നൊരു വിലാപഗീതമുണ്ട്. മദനനെ വേണ്ടി പാടുന്ന ആ വിലാപഗീതം കേട്ട് പുല്ല് മേഞ്ഞുകൊണ്ടിരുന്ന മാൻ പോലും അത് നിർത്തി, വള്ളികൾ പോലും മരങ്ങളിലേക്ക് ചാഞ്ഞുപോയി. അത്രമാത്രം അവിടെ മരങ്ങൾ പോലും ഇലകൾ പൊഴിച്ച് കണ്ണുനീര് തൂകുന്ന കാഴ്ചയും എല്ലാം നമുക്ക് കാണാൻ കഴിയുമ്പോൾ, ഈ വിലാപഗീതത്തിൻ്റെ ഒടുവിൽ ലീല മോഹാലസ്യയായി അവിടെ വീഴുന്നു. വീണ് കിടക്കുന്ന ലീലയുടെ അടുത്തേക്ക് ഒരു രൂപം കടന്നു വരുന്നതായിട്ട് കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ കടന്നു വരുന്ന രൂപത്തോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തോഴിയായ മാധവി ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. നീ നിന്റെ നിഴലിലേക്കൊന്ന് നോക്കൂ. നോക്കിയപ്പോൾ കണ്ട കാഴ്ച അത് ആശാൻ വർണ്ണിക്കുന്നത് ഒരു കബോധിയെ പോലെ, ഒരു മാടപ്രാവിനെ പോലെ ലീല ആ രൂപത്തിനടുത്തേക്ക് പോകുമ്പോൾ വിരൂപനും അസ്ഥിശേഷനുമായ ലീലയുടെ വിലാപഗീതം കേട്ട് അങ്ങോട്ട് നടന്നെത്തിയ വിരൂപനും അസ്ഥിശേഷനുമായ രൂപത്തിൻ്റെ അടുത്തേക്ക് ഒരു കബോധിയെ പോലെ അവൾ അണഞ്ഞപ്പോൾ ധ്രുവമിഹ മാംസ നിബദ്ധമല്ല രാഗം എന്നാണ് കുമാരനാശാൻ ഇവിടെ
ആ അനുരാഗത്തിൻ്റെ തീവ്രമായ അവസ്ഥയെ ചിത്രീകരിക്കുന്നത്. നിശ്ചയമായും മാംസനിബദ്ധമല്ല. ബാഹ്യമായ ആകർഷണങ്ങൾ ഒരിക്കലും യഥാർത്ഥ സ്നേഹത്തിന് ഒരു മാർഗദർശകമായി അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് നമ്മൾ എടുക്കാൻ കഴിയില്ല. അതിലുപരി ആത്മീയമായ സ്നേഹമാണ്, ആന്തരികമായ സ്നേഹമാണ് വലുത് എന്ന് ഈ വരിയിലൂടെ കുമാരനാശാൻ ധ്രുവമിഹ മാംസനിബദ്ധമല്ല രാഗമെന്ന മഹത്തായ വരിയിലൂടെ സ്നേഹത്തിൻ്റെ ആ ആത്മാർത്ഥതയെ, തീഷ്ണതയെ, ഉദാത്ത ഭാവത്തെയൊക്കെ ആശാൻ ചിത്രീകരിക്കുന്നുണ്ട്. ഒടുവിൽ ദേവാനദിയിൽ അവരുടെ ജീവിതം അലിഞ്ഞു ചേർന്നപ്പോഴും ലീല എന്നും മനുഷ്യ മനസ്സിനെ തൊടുന്ന, സ്പർശിക്കുന്ന ഒരു മനോഹരമായ പ്രണയ കാവ്യമായി ചിത്രീകരിക്കാൻ ആശാന് കഴിഞ്ഞു. മലയാളത്തിലെ തിളക്കമാർന്ന സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നാണ് കുമാരനാശാൻ്റെ സീത. ചിന്താവിഷ്ടയായ സീതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പുത്രന്മാരോടൊപ്പം സീത വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിക്കുന്നു. ഒരു ദിവസം ലവകുശന്മാരോടൊപ്പം വാൽമീകി അയോധ്യയിലേക്ക് പോയി. അപ്പോൾ ഏകാകിനിയായി ആശ്രമത്തിലെ ഉദ്യാനത്തിലിരിക്കുന്ന സീത തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് കണ്ണോടിക്കുന്നു. അപ്പോൾ സീതയ്ക്കുണ്ടാകുന്ന വികാര വിചാരങ്ങളാണ് ചിന്താവിഷ്ടയായ സീതയിലെ പ്രമേയം. സീതയെ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായി ഇതിൽ അവതരിപ്പിക്കുന്നു. പുരുഷ മേധാവിത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് കുമാരനാശാൻ്റെ സീത. ചിന്താവിഷ്ടയായ സീത വായിക്കുമ്പോൾ നമുക്കതിലെ ചില വരികളിൽ ഒരു വേള സീത എല്ലാവരോടും യാത്ര പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നു. ഭർതൃപിതാവിനോടാണ് ഏറ്റവും ആദ്യം യാത്ര ചോദിക്കുന്നത്. ഒരു കുലസ്ത്രീയുടെ ധർമ്മം നിറവേറ്റുന്നു. പിന്നെ സ്വന്തം അച്ഛനോടും ഗുരുക്കന്മാരോടും ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനോടും സീത യാത്ര ചോദിച്ച് ആ യാത്ര ചോദിക്കലിൻ്റെ ഒടുവിൽ സീത പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഇനി ഭുജശാഖ വിട്ട് ഞാൻ പറന്നിടട്ടെ. രാമനാകുന്ന ഭുജശാഖ വിട്ട് പറന്നു പോകാൻ കൊതിക്കുന്ന പക്ഷിയായിട്ട് സീതയെ സ്വയം ആവിഷ്കരിക്കുന്നിടത്ത് ഒരു പക്ഷേ രാമനേക്കാൾ മുമ്പ് പരമപദത്തിൽ താൻ എത്തുമെന്നുള്ള ഒരാശയം കൂടി ആ വരികളിലൂടെ ഉൾച്ചേർത്തപ്പോൾ സീത ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് നടത്തിയത്. ഒരു വേള ഇതിനെ നമുക്ക് വേറിട്ട ഒരു സ്ത്രീ കഥാപാത്രമായിട്ട്, അല്ലെങ്കിൽ ആശാന്റെ സ്ത്രീപക്ഷ കഥാപാത്രങ്ങളിൽ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന ഒന്നായിട്ട് സീതയെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണിത്. സ്വന്തമായി നിൽക്കാൻ ത്രാണി കാണിക്കുന്ന ഒരു സ്ത്രീ അവസ്ഥയെ കുമാരനാശാന് സീതയിലൂടെ ചിത്രീകരിക്കാൻ കഴിഞ്ഞപ്പോൾ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന മലയാള കവിതകളിലെ തിളക്കമുള്ള ഒരു കവിതയായി ചിന്താവിഷ്ടയായ സീതയെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. പിന്നീട് മറ്റു കൃതികളിലേക്ക് പോകുമ്പോൾ ബുദ്ധമത ആദർശനിഷ്ഠങ്ങളായ 2 കൃതികളാണ് ചണ്ടാല പിശുകിയും കരുണയും. മാതങ്കി എന്ന ചണ്ടാല യുവതിക്ക് ബുദ്ധശിഷ്യനായ ആനന്ദഭിക്ഷുവിനോട് തോന്നുന്ന അഭിനിവേശമാണ് ചണ്ടാല പിശുകിയിലെ പ്രമേയമെങ്കിൽ ബുദ്ധഭിക്ഷുവിനെ തേടിപ്പോകുന്ന മാതങ്കി ബുദ്ധഭിക്ഷുണിയായി മാറി ആശ്രമത്തിൽ താമസിക്കുന്നത് കാണാൻ കഴിയുന്നു. ജാതി ചോദിക്കുന്നില്ല സോദരി, ഞാൻ ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ എന്ന് ആ ചാമർക്കിടാത്തിയോട് ആനന്ദഭിക്ഷു പറഞ്ഞ വാക്യം ഒരുപക്ഷെ ജാതി ചിന്തയ്ക്ക് അതീതമായ ആശാന്റെ ദർശനങ്ങൾക്ക് ഉദാഹരണമായി നമുക്ക് വായിക്കാൻ കഴിയും. പിന്നീട് ആ ചാമർക്കിടാത്തി അവിടെ നിന്ന് യാത്രയാകുമ്പോൾ ബുദ്ധസന്യാസികളുടെ അടുത്തേക്ക് എത്തുമ്പോഴൊക്കെ നമുക്ക് ആശാൻ ചിന്തയുടെ, ആശാൻ കവിതയുടെ ചില സവിശേഷതകൾ ദർശിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആശാൻ ഒടുവിൽ എഴുതിയ കൃതിയായിരുന്നല്ലോ കരുണ. വാസവദത്ത എന്ന വാരസുന്ദരിക്ക് ബുദ്ധശിഷ്യനായ ഉപഗുപ്തനോട് തോന്നുന്ന ആസക്തിയാണ് കരുണയിലെ പ്രമേയം. തൻ്റെ കാമുകന്മാരിൽ ഒരാളെ വാസവദത്ത വധിക്കുന്നതും കൊലയാളിയായ വാസവദത്തയുടെ കരചരണങ്ങൾ അരിഞ്ഞ്
ചുടുകാട്ടിൽ ഉപേക്ഷിക്കാനായിരുന്നു ന്യായാധിപൻ വിധിച്ചത്. അങ്ങനെ അംഗങ്ങൾ ഛേദിക്കപ്പെട്ട് ആസന്ന മരണയായി കിടക്കുന്ന വാസവദത്തയുടെ അടുത്ത് ഉപഗുപ്തനെത്തി അവൾക്ക് ധർമ്മോപദേശം നൽകുന്നു. ഈ വരികളിലെല്ലാം വാസവദത്ത എന്ന കഥാപാത്രത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആശാന് കഴിഞ്ഞിട്ടുണ്ട്. മലബാറിൽ നടന്ന മാപ്പിള ലഹള പശ്ചാത്തലമാക്കി ജാതിചിന്തയ്ക്കെതിരായി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. ലഹളക്കാലത്ത് പ്രാണരക്ഷാർത്ഥം ഇല്ലം വിട്ട് ഓടിപ്പോയ സാവിത്രി അന്തർജനം ചാത്തൻ എന്ന പുലയ യുവാവിന്റെ കുടിലിൽ അഭയം തേടുന്നതും ഇല്ലത്തേക്ക് തിരികെ മടങ്ങാതെ അവൾ ചാത്തനെ വേൾക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ദുരവസ്ഥ മലയാള സാഹിത്യത്തിൽ പ്രത്യേകമായ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ച ഒരു കൃതിയായിരുന്നു. ജാതിചിന്തയ്ക്കെതിരായിട്ടുള്ള ആശാന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കവിതയായി നമുക്ക് ദുരവസ്ഥയെ വായിക്കാനായിട്ട് കഴിയും. ദുരവസ്ഥ ഉയർത്തിപ്പിടിക്കുന്ന ആശയം വളരെ ആഴമേറിയതാണ്. സാവിത്രി എന്ന അന്തർജനം ചാത്തൻ എന്ന പുലയ യുവാവിനെ സ്വീകരിച്ചപ്പോൾ ജാതിചിന്തയ്ക്ക് അതീതമായ മാനവികമായ ഒരു ദർശനമാണ് കുമാരനാശാൻ നമുക്ക് കാണിച്ചു തരുന്നത്. ബുധനെക്കുറിച്ച് എഴുതിയ ഇംഗ്ലീഷ് കാവ്യത്തിൻ്റെ പരിഭാഷയായിരുന്നു, ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന ഇംഗ്ലീഷ് കാവ്യത്തിൻ്റെ പരിഭാഷയാണ് ശ്രീബുദ്ധചരിതം. കുട്ടികൾക്ക് വേണ്ടി കുമാരനാശാൻ എഴുതിയ കൃതികളായിരുന്നു ബാലരാമായണം, മറ്റ് പുഷ്പവാടി, വനമാലിക, മണിമാല. ഈ സമാഹാരങ്ങളെല്ലാം കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിയതായിരുന്നു. ആത്മീയ പ്രേരണ എന്ന് തന്നെ വിശ്വസിക്കട്ടെ, ചില സ്തോത്രകൃതികളുമായാണ് ആശാൻ ആ സാഹിത്യ രംഗത്ത് കാലുകുത്തിയതെങ്കിലും വളരെ വേഗം അദ്ദേഹം അവിടെ നിന്ന് മാറി സാമൂഹിക നവോത്ഥാനത്തിന്റെ ഒരു ഭാഗമായി മാറിയ ആശാനെയാണ് പിന്നീട് നാം കാണുന്നത്. നവോത്ഥാനത്തോടൊപ്പമാണ് കാൽപ്പനിക പ്രസ്ഥാനവും പ്രത്യക്ഷപ്പെട്ടത്. വിസ്മൃതങ്ങളായ ചില ആദർശങ്ങളും സമ്പാദ്യങ്ങളും വികാരദീപ്തമായ പുനർദർശനങ്ങളായി മാറുന്നത് നമുക്ക് നവോത്ഥാനത്തിൽ കാണാൻ കഴിയുന്നു. ഇത്തരമൊരു നവോത്ഥാനത്തിന്റെ കാലത്തായിരുന്നു കുമാരനാശാൻ ജനിച്ചതും അദ്ദേഹത്തിന്റെ കാവ്യരചന നിർവഹിച്ചതും. സാമൂഹിക ഉന്മുഖമായ ഭീഷണഗതി പ്രകടമായി കാണുന്ന ആശാന്റെ ദുരവസ്ഥ, ചണ്ടാലഭിഷികി എന്നീ കൃതികളിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ആദർശവാദത്തിന്റെ പരിസ്ഫുരണവും കാണാൻ കഴിയുന്നു. നളിനിയും ലീലയും ആനന്ദഭിഷുവും സീതയും ഉപഗുപ്തനും എല്ലാം ആദർശങ്ങളുടെ പ്രതീകമായിട്ട് ആശാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. കാലികമായ സാമൂഹിക പശ്ചാത്തലത്തിൽ എഴുതിയ ദുരവസ്ഥ റിയലിസ്റ്റിക് പ്രസ്ഥാനത്തിലെ മികച്ച കൃതിയാണ്. സ്നേഹം, ത്യാഗം, ആത്മശുദ്ധി തുടങ്ങിയ പാരമ്പര്യ നന്മകളിലാണ് കുമാരനാശാൻ വിശ്വസിച്ചിരുന്നത്. അവയുടെ വ്യാഖ്യാനവും വിലയിരുത്തലും എല്ലാം ആശാൻ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഭാവഭദ്രതയാണ് കുമാരനാശാൻ കവിതകളുടെ മറ്റൊരു മുഖമുദ്ര. മനുഷ്യജീവിതത്തിന്റെ അന്തർമണ്ഡലങ്ങളിൽ ആഴ്ന്നിറങ്ങുന്നതിനാൽ ആശാൻ കവിത വ്യക്തിയുടെയും സമൂഹത്തിന്റെയും രക്തധമനികളിലേക്ക് കടന്നു ചെല്ലുന്നതായി കാണാൻ കഴിയും. ഉപരിപ്ലവമായ ചിന്തകളെ താലോലിക്കുക ആശാന്റെ സ്വഭാവമല്ല. ക്രാന്തദർശിയായ കവിയുടെ ജീവിതബോധത്തിന്റെ തെളിവാർന്ന ആവിഷ്കാരങ്ങളാണ് അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം. ആസ്വാദനത്തെക്കാൾ ഏറെ ഉദ്ബോധനപരങ്ങളാണ് കവിതകൾ. ഇവിടെ ആശാന്റെ കവിതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനുഷ്യജീവിതമാണ് ആശാന്റെ അന്വേഷണ മണ്ഡലം. മനുഷ്യജീവിതത്തിന്റെ സങ്കീർണ സ്വഭാവത്തോടു കൂടിയ സ്തോഭം തീക്ഷ്ണമായി ആവിഷ്കരിക്കാനേ ആശാൻ മുതിരാറുള്ളൂ. ആശാന്റെ കവിതകളിൽ ദാർശനികത്വവും വ്യക്തമായ ശാശ്വതമായ ഒരു അവബോധവും കാണാൻ കഴിയും. ഈ വീക്ഷണങ്ങളെല്ലാം ആധ്യാത്മിക സംസ്കാരത്തിൽ നിന്ന് ഉയർകൊണ്ടതായിരുന്നു. ആശാനെ സ്നേഹഗായകനായ കവിയാക്കി മാറ്റുന്നതിൽ സാമൂഹിക ചലനങ്ങളോടൊപ്പം ഈ ആധ്യാത്മികതയും ഒരു സംഭാവന കൊടുത്തിട്ടുണ്ട്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം എന്നീ പ്രകാരം സ്നേഹത്തെ കവി വ്യാഖ്യാനിച്ചു. പഞ്ചേന്ദ്രിയപരമായ ഒരു സ്നേഹത്തിനുപരിയായി ആധ്യാത്മികമായ ഒരു സ്നേഹത്തിലേക്കുള്ള ഒരു
കടന്നു ചെല്ലലായി ആശാൻ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ആധ്യാത്മിക വിശുദ്ധിയിലേക്ക് അദ്ദേഹം കഥാപാത്രങ്ങളെ നയിക്കാനുള്ള ശ്രമം മാതങ്കിയിലൂടെയും വാസവദത്തയിലൂടെയും ഒക്കെ കവി നടത്തിയിരിക്കുന്നത് കാണാൻ കഴിയുന്നു. കാളിദാസനെ പോലെ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഇണങ്ങിച്ചേരുന്ന ചരിത്ര മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാനും അവിടെ മാനവചേതനയുടെ നറുമണം വിതറാനും ആശാൻ സന്നദ്ധനായി. തീർച്ചയായും ആശാന്റെ സ്നേഹം ത്യാഗത്തിലെ ഫലസിദ്ധി കൈവരിക്കൂ എന്നുള്ള ബുദ്ധതത്വം ആശാനെ കീഴടക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സമസൃഷ്ടികളോടുള്ള സഹാനുഭൂതിയും നാം ജീവിക്കുന്ന ലോകത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തിന്റെ കൃതികളിൽ ഏറെയുണ്ട്. ഭൗതിക ചിന്ത ആത്മീയ ചിന്തയിലേക്ക് ചൂണ്ടുപലകിയായും നമുക്ക് കാണാൻ കഴിയുന്നു. ഹൃദയത്തിന്റെ ഉള്ളറകൾ സംശുദ്ധമാക്കുന്ന ധർമ്മചിന്തകളാണ് ആശാന്റെ കൃതികളിൽ അധികവും കാണുന്നത്. ഒരാദർശത്തിന് വേണ്ടി ദാഹിക്കുന്നവരും അതിനായി തന്നെ ആത്മത്യാഗം ചെയ്യുന്നവരുമാണ് ആശാന്റെ മുഖ്യ കഥാപാത്രങ്ങൾ. ഈ മാനവ സ്നേഹത്തിന്റെ മറ്റൊരു മുഖമാണ് സ്വാതന്ത്ര്യ വാഞ്ചയും. സാമൂഹിക അസമത്വങ്ങൾ ദൂരീകരിച്ചാൽ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടാനാവൂ എന്ന് കുമാരനാശാൻ വിശ്വസിച്ചിരുന്നു. ഇവിടെയാണ് ആശാന്റെ മാനുഷിക മൂല്യബോധത്തിന്റെ തിളക്കം കാണുന്നത്. മാനവികതയുടെ വക്താവ് എന്ന നിലയിൽ തനതായ വീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭാരതത്തിന്റെ പൗരാണിക സംസ്കാരവും ഹിന്ദു ബുദ്ധ മതങ്ങളിലെ ഉത്കൃഷ്ടാശയങ്ങൾ ഇവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണവും എല്ലാം നമുക്കിവിടെ ഉൾച്ചേർക്കാൻ കഴിയുന്നു. ആശാന്റെ പ്രധാന കൃതികളെല്ലാം ആധ്യാത്മിക ദർശനത്തിന്റെ പവിത്ര അന്തരീക്ഷത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. കൂടുതൽ തത്വചിന്താപരമായ പ്രരോദനത്തിലും വീണപൂവിലും ഭൗതിക ജീവിതത്തിന്റെ നശ്വരത വെളിവാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. ആശാന്റെ കൃതികളിലൂടെ പോകുമ്പോൾ കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രമായി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചിട്ടുണ്ട്. നവോത്ഥാനത്തിന്റെ കവിയായിരുന്നല്ലോ അദ്ദേഹം. ചരിത്രപരമായ ഒരു പ്രതിസന്ധിയിൽ സാമൂഹിക വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച കവിയായിരുന്നു കുമാരനാശാൻ എന്നാണ് ഇതിനർത്ഥം. സാമൂഹികമായ ഉച്ചനീചത്വങ്ങളും അനുഭവങ്ങളുമാണ് ആശാനെ ഇതിന് പ്രേരിപ്പിച്ചത്. ആശാനിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്ന ആ ഉൽപ്പതിഷ്ണുത്വം ഇതിന് ശക്തി കൂട്ടി. ആശാന്റെ കവിതകളെല്ലാം ഉദ്ബോധനപരങ്ങളായതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. തന്നിൽ തന്നെ ഉണ്ടായ ചിന്താ വിപ്ലവമാണ് ആശാന്റെ വിപ്ലവ ബോധത്തിന്റെ ആദ്യപടി. ഈ ചിന്താ വിപ്ലവത്തിന്റെ ശക്തി ചൈതന്യങ്ങൾ ചിന്താവിഷ്ടയായ സീത, കരുണ, ചണ്ടാല പിശുകി എന്നീ കൃതികളിൽ നമുക്ക് ദർശിക്കാം. ഇത് ഏറ്റവും പാരമ്യമായി ഒരു സാമൂഹിക വിപ്ലവത്തിലേക്ക് കടന്നു വന്നത് ദുരവസ്ഥയിലൂടെയും ആയിരുന്നു. കവി സാമൂഹിക പരിവർത്തനത്തിലുള്ള ശക്തമായ ഒരു ഉപകരണമായി മാറുന്നു നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആധ്യാത്മികതയുടെ ധർമ്മശാസനങ്ങളിൽ ധ്യാനനിരതയോടെ വർത്തിച്ചിരുന്ന ആശാനെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റിയത് അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളാണ്. ജാതിക്കെതിരായ ആശാന്റെ പോരാട്ടവും സമത്വ ദർശനവും സ്വാതന്ത്ര്യബോധവും പിൽക്കാലത്ത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ മാർഗദർശകവുമായി തീർന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന് വിപ്ലവ കാഹളം മുഴക്കാൻ കുമാരനാശാനെ പ്രാപ്തനാക്കിയത് മറ്റൊന്നല്ല. കുമാരനാശാന്റെ കൃതികൾ പൊതുവെ വിളിച്ചോതുന്ന ഒരു വസ്തുതയുണ്ട്. ആശാന്റെ മനസ്സ് സദാ അസ്വസ്ഥമായിരുന്നു. മനുഷ്യസ്നേഹിയെ അദ്ദേഹത്തിന് വൈയക്തികവും സാമൂഹികവുമായ പൊരുത്തക്കേടുകൾ പലപ്പോഴും മാനസികമായ സംഘർഷത്തിന് കാരണമാകാൻ ഇടയായി. അദ്ദേഹത്തിന്റെ സ്നേഹസങ്കല്പത്തെക്കുറിച്ച് വിമർശനാത്മകമായ തലത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ആശാന്റെ സ്നേഹം ലൗകികമാണോ അതോ ലൗകിക സ്നേഹത്തിനാണോ ആത്മീയ സ്നേഹത്തിനാണോ അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതം പോലെ തന്നെ സംഘർഷാത്മകമായിട്ട് നമുക്ക് ആ സ്നേഹസങ്കല്പത്തെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. നളിനി ദിവാകരന്മാരുടെ സമാഗമം, ഏറ്റവും ഒടുവിൽ ദിവാകരൻ ഒരു സന്യാസിയായി പോയപ്പോഴും ലൗകിക സ്നേഹത്തിന്റെ പ്രതീകമായി നളിനിയെ നമ്മൾ കാണുമ്പോൾ അവിടെ നളിനി പ്രാണത്യാഗം ചെയ്തു കഴിയുമ്പോൾ ദിവാകരൻ നളിനിക്ക് വേണ്ട അന്ത്യശുശ്രൂഷകൾ എല്ലാം ചെയ്തു കൊടുത്ത് ഒടുവിൽ ലോകക്ഷേമോത്സുകനായി ജീവിതം നയിച്ചു എന്ന് പറയുന്നിടത്തുമൊക്കെ ഈ സ്നേഹത്തിൽ
ഏത് സ്നേഹമാണ് ഇവിടെ ജയിച്ചത് എന്ന ഒരു സന്ദേഹത്തെ വായനക്കാരനിലേക്ക് കുമാരനാശാൻ അവശേഷിപ്പിക്കുന്നുണ്ട്. ലീലാമദനന്മാരുടെ ജീവിതവും ഒരുമിച്ച് രേവാനദിയിൽ അവസാനിക്കുമ്പോൾ ആ സ്നേഹസങ്കല്പത്തെ നമുക്ക് ഏത് രീതിയിൽ വായിച്ചെടുക്കാനായിട്ട് കഴിയുന്നു? ലൗകിക സ്നേഹത്തിന്റെ പരാജയവും ആത്മീയ സ്നേഹത്തിന്റെ വിജയവുമെന്ന് പൂർണ്ണമായും നമുക്ക് ആശാന്റെ സ്നേഹസങ്കല്പത്തെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ലൗകികതയും ആത്മീയതയും തമ്മിലുള്ള ഒരു സംഘർഷഭാവം ആശാന്റെ ജീവിതത്തിൽ, ആധ്യാത്മിക ജീവിതത്തിൽ നിന്നും കുറെ വൈകി ലൗകികതയിലേക്ക് കടന്നു വന്ന ആശാന്റെ മനസ്സിന്റെ സംഘർഷവും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് വിമർശനാത്മക തലത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും സ്നേഹത്തിന്റെ ഉദാത്ത ഭാവം, സ്നേഹത്തിന് വേണ്ടി എന്നും തൻ്റെ തൂലിക ചലിപ്പിച്ച കവിയായിരുന്നു കുമാരനാശാൻ. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്ന്, ഈ ഊഴിയിൽ, ഈ പ്രപഞ്ചത്തിൽ സ്നേഹമാണ് ഏറ്റവും വലുത് എന്ന കാഴ്ചപ്പാടുകളെ നമുക്ക് കുമാരനാശാനുമായി കൂട്ടി വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. തത്വചിന്താത്മകവും പ്രബോധന നിർഭരവുമായ അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം വായിക്കുമ്പോൾ വീണപൂവിലെ കാൽപ്പനികമായ ചിത്രം മുതൽ, നളിനി നമുക്ക് തരുന്ന സ്നേഹത്തിൻ്റെ സങ്കല്പം മുതൽ, നളിനിയും ലീലയും തരുന്ന സങ്കല്പം മുതൽ, നമുക്കറിയാം ചണ്ടാല ഭിക്ഷുകിയും ദുരവസ്ഥയും ഒക്കെ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്ന ചില സാമൂഹിക ചിത്രങ്ങൾ, ജാതി ചിന്തയ്ക്ക് അതീതമായ മാനവിക ദർശനങ്ങൾ, അതുപോലെ തന്നെ ചിന്താവിഷ്ടയായ സീത നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില സ്ത്രീത്വത്തിൻ്റെ തിളക്കമാർന്ന വശങ്ങൾ, വ്യക്തിത്വത്തിൻ്റെ രൂപഭാവതലങ്ങൾ, ഇങ്ങനെ വായിക്കുമ്പോൾ ആശാന്റെ കവിതകൾ നവീനമായ ഒരു ചക്രവാളത്തിലേക്ക് കടന്നു വരുന്നവ തന്നെയാണ്. മനസ്സുകളുടെ അപഗ്രഥനം മുതൽ ചിന്താധാരകൾ, ആശയ സംവേദനങ്ങൾ, സ്നേഹത്തിൻ്റെ മഹത്വം, ആദർശത്തിൻ്റെ ആ മികവ്, വ്യക്തിത്വത്തിൻ്റെ ആ പരിപക്വമായ അവസ്ഥ, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലൂടെയും കടന്നു പോകുന്ന കവിതകൾ തന്നെയാണ് കുമാരനാശാൻ രചിച്ചിരിക്കുന്നത്. ആ കവിതകളെക്കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ആശാന്റെ മനസ്സിനെ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തെ ഇന്നും ഒരു കവി കാലാതീതമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, ഏത് കാലത്തും ആ കവിതകൾക്ക് പ്രസക്തിയുണ്ടെങ്കിൽ കുമാരനാശാൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ആശാൻ ആശയഗംഭീരൻ, സ്നേഹഗായകൻ, ഈ വാക്യങ്ങൾക്കെല്ലാം ഇണങ്ങുന്ന ആ കവിത്വത്തിൻ്റെ ആ മനോഹാരിത, പൂർണ്ണത, സംവേദനാത്മകത എല്ലാം പ്രോജ്വലിച്ചു നിൽക്കുന്ന കവിത. ആശാൻ കവിതകളെ വീണ്ടും നമുക്ക് പുനർവായനയിലൂടെ ആ കവിതകളിലെ മുത്തുകളെ നമുക്ക് കണ്ടെത്താം. ആ മഹാനുഭാവൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പല്ലനയാറ്റിൽ വെച്ച് 1924 ജനുവരി 16 ഉണ്ടായ ബോട്ടപകടത്തിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ് വളരെ കുറച്ച് കൃതികൾ കൊണ്ട് തന്നെ ഇന്നും മലയാള സാഹിത്യത്തിൽ അനശ്വര കഥാപാത്രമായി വിരാജിക്കുന്ന ആ വലിയ കവിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. കുമാരനാശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗം. ആലാപനം സിജിൽ കൊടുങ്ങല്ലൂർ. കഷ്ടകാലമഖിലം കഴിഞ്ഞു ദിഷ്ടമീ വടിവിയെന്നു വന്നപ്പോൾ ദൃഷ്ടനായിക ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. പ്രാണനോടുമൊരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ. കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ.
സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ ധന്യയായി സപതി കാൺക മൂലമങ്ങെന്നെയോർക്കുകിലുമോർത്തിടായികിലും ഏവമോദിയിടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാലി വിധം വികലമാം സുഖോദയം ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയൊടുഷസിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതിപ്പുരാഗതം ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതിപ്പുരാഗതം ചാരുശൈശവ കഥയ്ക്കു തന്നെ ചേർന്നോരു വാക്കരുളിനാൻ കനിഞ്ഞവൻ പാരവും പരിചയം കലർന്നെഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയുമിപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ കണ്ടുടൻ സ്വയമറിഞ്ഞിടാത്തതോർത്തിണ്ടൽ വേണ്ട സഖീ കേണിടേണ്ട കേൾപ്പണ്ടു നിന്നെയൊരിളം കുറുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ എന്നിൽ നിന്നണുവുമേൽക്കില പ്രിയം നിന്നു കേഴുമയി കണ്ടിടുന്നിതേ നിന്നിലെ പ്രണയ ചാപലത്തെ ഞാൻ അന്നുമിന്നും ഒരുപോലെ വത്സലേ പോയതൊക്കെ അഥവാ നമുക്കയേ പ്രായവും സപതി മാറി കാര്യവും ആയ തത്വമറിവിന്നുമാർന്നു പോട്ടായതെന്തിവിടെ വാണിടുന്നു നീ ഓതുകിന്നതഥവാ വൃഥാ ശുഭേ ഹേതു കേൾക്കുവതൊരർത്ഥമേതിനോ നീ തുനിഞ്ഞു നിജകർമ്മനീതരായേതു മാർഗമിയല ശരീരികൾ പിന്നെയൊന്നൊരുപകാരമേതിനോ എന്നെയോർത്തു സഖീ ഏതതോതുക അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ